അല്ല, ശമ്പള വിതരണത്തിൻ്റെ കാര്യത്തിൽ KSRTCയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗവൺമെൻറ് കാണിക്കുന്നത് ഒരു നിരുത്തരവാദപരമായ ഒരു സമീപനമാണ്. ഓണം ഒരു പുതുതായി പ്രഖ്യാപിച്ചൊരു പരിപാടിയല്ല. സ്വാഭാവികമായി കലണ്ടർ അച്ചടിക്കുന്ന സമയത്ത് തന്നെ സെപ്റ്റംബർ മാസം 14-15 മുതൽ അങ്ങോട്ട് ഓണം ആരംഭിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതും അറിയാവുന്നതുമാണ്. ആ ഓണക്കാലത്തെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയം, ഇത് രണ്ട് പ്രധാനപ്പെട്ട സമയത്ത് നേരത്തെ തൊഴിലാളിയുടെ കയ്യിൽ 10 പൈസ കൈ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ ആ സമയത്ത് കഴിഞ്ഞ വർഷമായാലും ശരി, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷമായാലും കഴിഞ്ഞ 5-6 വർഷക്കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓണത്തിൻ്റെ തലേന്നോ തലയ്ക്കും തലേന്നോ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് പൈസ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം മാത്രം കൊടുത്ത് കൈകഴുകി പോകുന്നൊരു ഒരു ഏർപ്പാട്, അത് ഗവൺമെൻറ്റിന് നല്ലതാണോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്നത്തെ പ്രമുഖമായ ഇടതുപക്ഷ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ തൊഴിലാളികൾക്ക് നല്ലോണമെന്നാണ്. KSRTC തൊഴിലാളിക്ക് എവിടെയാണ് നല്ലോണം? കഴിഞ്ഞ മാസം പണിയെടുത്ത തൊഴിലാളിയുടെ പണം, ചെറിയ വരുമാനമല്ല, ശരാശരി 7 കോടി രൂപ, 210 കോടി രൂപ കളക്ഷൻ ഓപ്പറേറ്റിംഗ് റവന്യൂ മാത്രം, നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ എന്ന നിലയിൽ എല്ലാം കൂടി ഏറ്റവും കുറഞ്ഞത് 20 കോടിക്കും 30 കോടിക്കും ഇടയിൽ 240 കോടിയോളം രൂപ ഇതിനകത്ത് തൊഴിലാളി പണിയെടുത്തുണ്ടാക്കിയിട്ട് കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ ഓണത്തിന് 3 ദിവസത്തിന് മുമ്പ് കൊടുത്തിട്ട് ഇന്ന് കൊടുക്കും എന്നാണ് പറയണത്. ജില്ല തിരിച്ചു കൊടുക്കും എന്നാണ് പറയണത്. ജില്ല തിരിച്ച് ഇന്ന് കൊടുത്തു തുടങ്ങിയാൽ എന്ന് തൊഴിലാളിയുടെ കൈ കിട്ടും എന്നുള്ള സംബന്ധിച്ച് ആർക്കും ഒരു ധാരണയില്ല. ജില്ല തിരിച്ചു കൊടുത്താലും ജാതി തിരിച്ചു കൊടുത്താലും കാറ്റഗറി തിരിച്ചു കൊടുത്താലും കൊടുത്താൽ മതി. പക്ഷേ 2 ദിവസം മുമ്പ് കൊടുക്കാനുള്ള ഒരു സാമാന്യമായ മര്യാദ ഇന്നലെയാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. 11-ാം തീയതി കൊടുക്കും, 5-ാം തീയതി കൊടുക്കും, 1-ാം തീയതി കൊടുക്കും, എന്നെ വിശ്വസിക്കൂ എന്നെല്ലാം ഗവൺമെൻറ് പറഞ്ഞതാണ്. ഇപ്പോൾ ധനകാര്യ വകുപ്പിനെ കൈമലർത്തിയിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ വർഷവും 100 കോടി രൂപ ഗവൺമെൻറ് കൊടുത്തു ശമ്പളത്തിനും ഓണക്കാല ആനുകൂല്യങ്ങൾക്കും. കഴിഞ്ഞ അങ്ങേ വർഷം 200 കോടി രൂപ ഗവൺമെൻറ് കൊടുത്തിനൊക്കെയും 1 രൂപ ബോണസോ ഫെസ്റ്റിവൽ അലവൻസോ ശമ്പള അഡ്വാൻസോ കൊടുക്കാത്ത സ്ഥാപനമാണ് KSRTC. ഇത്തവണ ഗവൺമെൻറ്റിൽ നിന്ന് ആ നിലയിലുള്ള പണം നേടിയെടുക്കാൻ KSRTCയുടെ മാനേജ്മെൻറ്റ് ഇടപെട്ടോ? വകുപ്പ് മന്ത്രി ആ കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചോ, ഇടപെട്ടോ എന്നൊക്കെ പരിശോധിക്കണം. ഈ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ബോണസിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയ ഒരു സ്ഥാപനമാണ് KSRTC. അവിടുത്തെ തൊഴിലാളികളുമായി ബോണസ് ചർച്ച നടത്തണം. കേരളത്തിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബോണസ് ചർച്ച നടന്നു, കൊടുത്തില്ലയോ? പക്ഷേ KSRTCയിലെ തൊഴിലാളി യൂണിയനുകളുമായി മന്ത്രിയോ, ഗവൺമെൻറ് എന്ന നിലയിൽ മന്ത്രിയോ, തൊഴിൽ വകുപ്പ് മന്ത്രിയോ, ധനകാര്യ മന്ത്രിയോ, KSRTCയിലെ മാനേജ്മെൻറ്റോ ഒരു ചർച്ചയും നിങ്ങൾക്ക് എങ്ങനെ, ഏത്, എവിടെ, എന്ന് ഒരു ഉത്തരം പറയാൻ ആർക്കും പറ്റുന്നില്ല. ഇത് കേരളത്തിൽ LDFൻ്റെ ഗവൺമെൻറ് അല്ലേ? ആ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു നടപടിയുമായി ഒരു ഗതാഗത വകുപ്പോ KSRTCയിലെ മാനേജ്മെൻറ്റോ മുന്നോട്ട് പോകുന്നത് ഉചിതമല്ല, മര്യാദയല്ല, മാന്യതയല്ല. ആ മാന്യത ഞങ്ങളോട് കാണിക്കാത്ത, നീതി പുലർത്താത്ത ഒരു സമീപനത്തിനെതിരായ ഒരു പ്രക്ഷോഭമാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ശമ്പളം കൊടുത്താൽ ചിലപ്പോൾ ഇന്ന് രാത്രിയോ നാളെയോ ഒക്കെ ജില്ല തിരിച്ചൊക്കെ എത്തുമായിരിക്കാം. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ സാധാരണ ഗതിയിലുള്ള ഞങ്ങളുടെ ജീവിതമാണ്, നോർമൽ ജീവിതമാണ്. വായ്പാ തിരിച്ചടവും കുട്ടികളുടെ ഫീസ് അടപ്പും വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെയാണ്. ഓണം അങ്ങനെയല്ല. ചായ കുടിക്കാനുള്ള 5 ചായ ഗ്ലാസ് വാങ്ങിക്കുന്നത് ഈ ഓണക്കാലത്താണ്. വീട്ടിലിടാനുള്ള ചവിട്ടുമെത്ത മാറ്റുന്നത്, പഴയത് മാറ്റി പുതിയത് കൊണ്ടുവരുന്നത് ഒരു ഓണക്കാലത്താണ്. ഞങ്ങൾ പുതിയത് ഇതെല്ലാം വാങ്ങിക്കുന്നത്. പഴയ ഒരു മെത്ത എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു മെത്ത വീട്ടിൽ വാങ്ങിച്ചിരുന്നത് ഒരു ഓണക്കാലത്ത്. ഇതൊക്കെ മലയാളിയുടെ ഓണത്തിൻ്റെതായ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും ഒരു തുണിയോ ചെറിയൊരു തുണിയെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് മക്കൾക്ക്. ഈ മന്ത്രിക്കും മാനേജിംഗ് ഡയറക്ടർക്കും ഒക്കെ എന്നും ഓണമായിരിക്കും. അവർക്കൊക്കെ ഓണമല്ലാത്ത ദിവസങ്ങളില്ല. പക്ഷേ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരിക്കലാണ് ഓണം. അത് മനസ്സിലാക്കി ഇടപെടാൻ പരാജയപ്പെട്ടു. അതുകൊണ്ട് ബോണസും ഓണക്കാല ആനുകൂല്യങ്ങളും കൊടുക്കാത്ത വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം.